टीवी कहानी अतिरिक्त वाचन के लिए कहानी का വരുൺ ഗ്രോവർ. കഹാനി സുനിയെ ടിവി എന്ന കഥ തിരക്കഥയ്ക്ക് വേണ്ടി തയ്യാറാക്കിയത് ഈ കഥയിൽ നിന്നാണ്. വരുൺ ഗ്രോവർ എഴുതിയ ഈ കഥ നമുക്കൊന്ന് കേട്ടു നോക്കാം. ബാത് സിർഫ് ഇത്തനെ സി ധി കി ഗോപുക്കോ ടി വി ദേഖ്നാ ഥാ. കാര്യം ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ, ഗോപുവിന് ടി വി കാണണമായിരുന്നു. ഓർ യഹി സോച്ചുകർ തീനോം നികൽ പടേ ഥേ. ഈ ഒരു ചിന്തയിൽ മൂന്ന് പേരും പുറപ്പെട്ടു. ഗോപു കാ ഗാവ് പഹാഡ് കെ ഉസ് തരഫ് ഥ ജഹാം ടി വി നഹി ആതാ ഥ. ഗോപുവിൻ്റെ വീട് പർവ്വതത്തിൻ്റെ മലകളുടെ മറുവശത്താണ്. അവിടെ ടി വി ഇതുവരെ എത്തിയിട്ടില്ല. ഷാം കോ ഡൂബനെ സെ പെഹലെ സൂരജ് പഹാഡ് കെ സബ്സെ ഊപ്പർ ലഗെ ഉസ് ബഡേ സെ ടവർ കി നോക് പേ കുച്ച് പലോം കെ ലിയെ ടിക് ജാതാ ഥ. വളരെ ആലങ്കാരികമായിട്ട് പറയുകയാണ്, സൂര്യൻ വൈകുന്നേരങ്ങളിൽ അസ്തമിക്കുന്നതിന് മുൻപ്, വളരെ മുൻപ് തന്നെ ആ വലിയ ടവറിൻ്റെ മേളിലൊന്ന് നിന്ന് അതിനുശേഷമാണ് സൂര്യൻ അസ്തമിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അകലെ കാണുന്ന ടവറിൻ്റെ മുകളിലായി ആ സൂര്യനെ അസ്തമന സമയത്ത് കാണാം എന്ന് പറഞ്ഞു വയ്ക്കുകയാണ്. ഗോപുക്കോ പതാത്താക്കി ഉസി ടവർ സെ ടി വി ആത്താ ഹെ. ഗോപുവിന് അറിയാമായിരുന്നു ആ ടവറിൽ നിന്നാണ് ടി വിയുടെ സിഗ്നലുകൾ വരുന്നതെന്ന്. വോ ടവർ അഭി ഹമാരെ ഗാവ് മേൻ ടി വി നഹി ദേത്ത. അവൻ പറയുകയാണ്, ആ ടവർ ഇതുവരെ നമ്മുടെ ഗ്രാമത്തിലേക്ക് ടി വിയുടെ സിഗ്നലുകളൊന്നും തരുന്നില്ല. അതിനുള്ള കാരണവും ഗോപി പറയുന്നുണ്ട്. വർണ്ണ ചുന്നിക്കെ പിതാജീനെ തോ ബക്സ ഓർ ആൻറ്റിന ദോനോം ഖരീദ് ലിയേ ഹേ. അല്ലെങ്കിൽ ചുന്നിയുടെ അച്ഛന് ടി വിയും, ബക്സ എന്ന് ഉദ്ദേശിക്കുന്നത് ടി വിയാണ്, ടി വിയും ആൻറ്റിനയും രണ്ടും വാങ്ങിച്ചതായിരുന്നല്ലോ, എന്നിട്ട് കിട്ടിയില്ലല്ലോ. ഗോപുവിനെ ലല്ലു കോ അപ്നി മാ കെ ലഹജെ മേം സംജാത്തെ ഹുവേ കഹാ. ഗോപു ലല്ലുവിനെ തൻ്റെ അമ്മയുടെ ശൈലിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ഗോപു കോ ഉസ്കെ ബാബാനെ പഹാഡ് കെ ഉസ് പാർവാലെ ഗാവ് മേം ടി വി ദിഖായി തി. ഗോപുവിനെ അവൻ്റെ അച്ഛന് പർവ്വതത്തിൻ്റെ ആ വശത്തുള്ള ഗ്രാമത്തിൽ കൊണ്ടുപോയി ടി വി കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്നെ ദോസ്ത് മനോഹർ കെ ഘർ. എവിടെയാണ്? തൻ്റെ കൂട്ടുകാരനായ മനോഹറിൻ്റെ വീട്ടിൽ വെച്ച്. ഗോപുവിനെ ഉസ് ടി വി മേം 26 ജനുവരിക്ക് പരേഡ് ദേഖി ഥി. ഗോപു ആ ടി വിയിൽ ജനുവരി 26 പരേഡ് കണ്ടിരുന്നു. ബെഡി ബെഡി തോപ്പയും, വലിയ വലിയ പീരങ്കികൾ, അതുപോലെ തന്നെ നാച്ചത്തെ ലട്കെ ലട്കിയാം, ഡാൻസ് കളിച്ചുകൊണ്ട് നടക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും, ജാങ്കിയാം, ടാബ്ലോകൾ, ഓർ പതാ നഹി കഹാസെ ആത്തി ഏക് ആവാസ്. അതോടൊപ്പം തന്നെ അവൻ ഇതുവരെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല എവിടെ നിന്നാണ് ഒരു സ്വരം വരുന്നത്. ടി വിക്കുള്ളിൽ നിന്ന് വരുന്നതാണ്. ജോ സാര ദൃശ്യ സംസാരഹീതി. ആ സ്വരം എല്ലാ ദൃശ്യങ്ങളും പറഞ്ഞു തന്ന് മനസ്സിലാക്കിക്കുന്നുണ്ട്. കമൻട്രിയാണ് അവനവിടെ ഉദ്ദേശിക്കുന്നത്. ജാദു ധ ജാദു, മാജിക്കാണിത്, വലിയ മാജിക്. तो गोपू ने यह बात अपने दोस्त लल्लू को और लल्लू ने चुन्नी को बताई. ഗോപു ഇക്കാര്യം തൻ്റെ കൂട്ടുകാരനായ ലല്ലുവിനോടും ലല്ലു അവൻ്റെ കൂട്ടുകാരിയായ ചുന്നിയോടും പറഞ്ഞു. ലല്ലു और चुन्नी को दूसरे गांव जाकर टीवी देखने का गोपू का ഐഡിയ पसंद आया. ലല്ലുവിനും ചുന്നിക്കും അടുത്ത ഗ്രാമത്തിൽ പോയി ടി വി കാണുക എന്നുള്ള ഗോപുവിൻ്റെ ഐഡിയ വളരെ പസന്തായ, ഇഷ്ടപ്പെട്ടു. ജ്യാദാ ദേർ നഹി ലഗേഗി. അധിക സമയമൊന്നും എടുക്കില്ല. ഇസ്കാ ഗോപുക്കോ അന്താസാ ഥ. അതാണ് ഗോപുവിൻ്റെ ഒരു പറച്ചിൽ. ഗോപു അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ദോപ്പഹർക്കോ നിക്കലെ തോ ഷാം തക്ക് വാപ്പസ് ആ ജായെങ്കിൽ. ഉച്ച കഴിയുമ്പോൾ പുറപ്പെടുകയാണെങ്കിൽ വൈകുന്നേരമാകുമ്പോൾ തിരിച്ചു വരാം. ചുന്നി യഹ് ബാത്ത് കിസിക്കോ ന ബതായി. ചുന്നി ഇക്കാര്യം ആരോടും പറയരുത്. ഇസ്ലിയെ ഗോപുവിനെ ഉസ്കോ ദോ മക്കോടോങ്കി കസംഭി ഖിലായി. അതുകൊണ്ട് ഗോപു അവളെ കൊണ്ട് 2 കീടങ്ങളെ കയ്യിൽ പിടിപ്പിച്ച് വാക്ക് വാങ്ങിച്ചു. ചുന്നിക്കോ മക്കോടെ ബഹുത്ത് പസന്ത് ഥേ. എന്താണ് അതിന് കാരണമെന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ചുന്നിക്ക് ആ കീടങ്ങളെ വലിയ ഇഷ്ടമായിരുന്നു. ഓർ ഉൻകി ഛൂട്ടി കസം ഓ കഭി നഹി ഖാതി ഥി. അതിനെ വെച്ച് അവൾ ഒരിക്കലും കള്ളത്തരത്തിലുള്ള ഒരു വാക്ക് കൊടുക്കില്ല എന്ന് അവർക്ക് ഉറപ്പായിരുന്നു. ഓർ യൂം അപ്നി അപ്നി മാവോങ്കെ സോത്തേ ഹി തീനോം ടി വി വാലെ പഹാഡ് കി തരഫ് നികൽ പടേ. അവരെന്താ ചെയ്തത്?
ഉച്ച കഴിയുമ്പോൾ അവരുടെ അമ്മമാരൊക്കെ ഉറങ്ങുന്ന സമയത്ത് 3 പേരും ടി വി ഉള്ള ആ പർവ്വതത്തിൻ്റെ അങ്ങേ വശത്തുള്ള ആ ഗ്രാമത്തിലേക്ക് പുറപ്പെട്ടു. തുടർന്ന് എന്താണ് സംഭവിച്ചത്? ബഡി മുഷ്കിൽ സെ പഹാഡ് ചട്കർ ഉസ് പാർ പഹുഞ്ചെ ഹി थे कि अचानक सामने बड़ी सी बस आ गई. വലിയ ബുദ്ധിമുട്ടിൽ അവർ പർവ്വതം കയറി അടുത്ത ഗ്രാമത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അവരുടെ മുൻപിൽ ഒരു ബസ് വന്ന് ബ്രേക്ക് ഇട്ടു. ചുന്നി തോ ആകെ നികൽ ഗയി പർ ഗോപു ഓർ ലല്ലു ഠഗേ സെ ഖഡേ രഹ് ഗയേ. ചുന്നി മുന്നോട്ട് പുറപ്പെട്ടു പോയി, എങ്കിലും ഗോപുവും ലല്ലുവും അവിടെ സ്റ്റക്കായി നിന്നുപോയി, വഴിയുടെ നടുക്ക് തന്നെ. ബസ് വാലേനെ ഛട്കേ സെ ബ്രേക്ക് ലഗായി. ഡ്രൈവർ പെട്ടെന്ന് ബ്രേക്ക് ഇട്ടു. ഓർ മുഹ് ബാഹർ നികാൽക്കർ ഫട്കാര ഭി. അയാൾ തല പുറത്തിട്ട് അവരെ 2 പേരെയും വഴക്കു പറഞ്ഞു. ചുന്നി ने भी मौका देखकर डांड लगा दी और अब से हाथ पकड़कर संग चलने को कहा. ചുന്നിയും ഈ അവസരം മുതലാക്കി അവളെ കൊണ്ട് ഗോപു കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കുന്നതിന് വേണ്ടി കീടങ്ങളെ പിടിച്ച് പ്രതിജ്ഞ എടുപ്പിച്ചതാണ്. അതിനുള്ള പകരം അവൾ വീട്ടി. ആ സമയത്ത് അവർ 2 പേരെയും അവളും ഡാണ്ട് ലഗാതി ശകാരിച്ചു. അതിനുശേഷം എല്ലാവരോടും ഒരുമിച്ച് കൈപിടിച്ച് മുന്നോട്ടേക്ക് നടക്കാൻ പറഞ്ഞു. മനോഹർ ചാച്ചാക്ക ഗാവ് അബ് ദൂർ നഹി ഥ. മനോഹർ ചാച്ചായുടെ ആ ഗ്രാമം ഇനിയും അകലെയാണ്. പഹാഡോമേ രാസ്ത ഡൂണ്ടന നഹി പടുത്ത. അവിടെ എവിടെയൊക്കെയാണോ പോകേണ്ടത്, എതിലെയാണ് പോകേണ്ടതെന്ന് ഇവർക്കറിയില്ല. ഖുദ് ബൻ ജാത്താ ഹെ. അവർ തനിയെ വഴിയൊക്കെ ഉണ്ടാക്കിയാണ് പോയത്. ഗോപു കോ പതാ ഥാ കി ഇസ് മോഡ് കെ ധോട ആകെ സബ്ജി മണ്ടി ഹെ. ഗോപുവിനറിയാം ഈ വളവങ്ങ് തിരിഞ്ഞു കഴിഞ്ഞാൽ, അവിടെ കുറച്ച് ദൂരം കൂടെ അങ്ങ് ചെന്ന് കഴിഞ്ഞാൽ അവിടെ സബ്ജി മണ്ടിയുണ്ട്. സബ്ജി മണ്ടി, പച്ചക്കറി ചന്തയുണ്ട്. ഉസിക്ക് പീछे വാലെ രാസ്തേ സെ വോ ഘർ ആത്താ ഹെ. അതിന് പിറകിലുള്ള വഴിയിലൂടെയാണ് അവൻ മനോഹർ ചാച്ചായുടെ വീട്ടിൽ എത്തിയത്. ജഹാം ഉസേ ടി വിക്ക് ദർശൻ ഹുവേ थे. അവിടെ വെച്ചാണ് അവൻ ടി വി കണ്ടത്. സബ്ജി മണ്ടിമേം ആജ് ബഹുത്ത് ഭീഡ് थी. ഇന്ന് സബ്ജി മണ്ടിയിൽ, പച്ചക്കറി ചന്തയിൽ വലിയ തിരക്കാണ്, ജനക്കൂട്ടമാണ്, ഭീടാണ്. ചുന്നി ധോട ഡർ ഗയി. അത് കണ്ട് ചുന്നിക്ക് ചെറിയ പേടിയായി. ഗോപുവിനെ ഉസ്ക ഹാത്ത് പകടലിയ. ഗോപു അവളുടെ കൈ പിടിച്ചു. ഓർ ഉസേ ടി വിക്ക് ജാദു കെ ബാരെ മേ ബതാനെ ലഗ. അവളോട് ടി വിയുടെ മാജിക്കിനെ കുറിച്ച് പറയാൻ തുടങ്ങി. അവളുടെ ശ്രദ്ധ മാറ്റാൻ വേണ്ടിയാണ്, പേടി മാറ്റുന്നതിനുള്ള ഒരു സൈക്കോളജിക്കൽ മൂവാണ് ഇവിടെ ഗോപു നടത്തുന്നത്. गोबू को मनोहर चाचा के घर की पहचान थी, क्योंकि उसकी छत पर एक सुंदर सा लहराता एंटीना लगा हुआ था. ഗോപുവിന് മനോഹർ ചാച്ചായുടെ വീട് തിരിച്ചറിയാൻ സാധിക്കുമായിരുന്നു. എന്താ കാരണം? ഉസ്കി ഛത്ത് പർ ഏക് സുന്ദർ സാ ലഹരാത്ത എൻറ്റീന ലഗാ ഹുവാ ഥ. അയാളുടെ വീടിൻ്റെ ഛത്തിൽ, മേൽക്കൂരയിൽ നല്ല മനോഹരമായ തിളങ്ങുന്ന ഒരു ആൻറ്റീന പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പർ യഹ് ക്യാ. ഹേ, എന്താ ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നേ? ഈ സടക്ക് കീത്തോ ഹർ മുണ്ടർ പർ വൈസേ ഹി ആൻറ്റീന ഥ. ഇത് ഈ വഴിയുടെ 2 വശത്തുമുള്ള എല്ലാ വീടുകളുടെ മേൽക്കൂരകളിലും ആൻറ്റീന ഉണ്ട്. ഗോപീനെ ഏക് ദോ ഘരോ മേ ജാങ്ക് കർ പഹചാനനെ കി കോശിഷ് കി, ലേക്കിൻ യഹാം ദോ സബ് കർ ഭി ഏക് സേ ഥേ. ഗോപു പല വീടുകളിലും, 1-2 വീടുകളിലൊക്കെ അവനിങ്ങനെ എത്തി വലിഞ്ഞൊക്കെ നോക്കി അതാണോ എന്ന് തിരിച്ചറിയാനായിട്ടുള്ള പരിശ്രമമൊക്കെ നടത്തി. ലേക്കിൻ, പക്ഷേ ഇവിടെ എന്താണ്, എല്ലാ വീടുകളും ഒരുപോലെ തന്നെയാണ്. ഓർ ആൻറ്റീന യഹീത്തോ ഉസ്കി നിഷാനി ഥി. എന്താ കുഴപ്പം? ആൻറ്റീന മാത്രമായിരുന്നു അവന് ആ വീട് തിരിച്ചറിയാനുള്ള ഒരു മാർഗമായിട്ട് കണ്ടുവച്ചിരുന്നത്. ഇപ്പോൾ വീടുകളെല്ലാം, ഉത്തരേന്ത്യയിലെ വീടുകളെല്ലാം തന്നെ ഏകദേശം ഒരുപോലെയാണ് ഇരിക്കുന്നത്, അടുത്തടുത്താണ് ഉള്ളത്. അതുകൊണ്ട് ഇവന് ആൻറ്റീന എന്നുള്ള ആ ഒരു അടയാളം വെച്ച് വീടുകൾ തിരിച്ചറിയാൻ വലിയ ബുദ്ധിമുട്ടായി മാറുകയാണ്. അബ് ഗോപു കി ഭി രുലായി ചൂട്ട് ഗയി. ഇപ്പോൾ ഇത്രയുമായപ്പോഴേക്കും ഗോപുവിൻ്റെ കരച്ചിൽ പൊട്ടിപ്പോയി. ഗോപുവും കരയാൻ തുടങ്ങി. ഉസേ രോത്ത ദേഖ് ചുന്നി ഓർ ലല്ലു ഭി രോനെ ലഗെ. അവൻ കരയുന്നത് കണ്ട് ചുന്നിയും ലല്ലുവും കരയുവാൻ തുടങ്ങി. ബീച്ച് സടക് മേ 3 ബച്ചോं को रोता देख तुरंत ही लोग जमा हो गए.
വഴിയുടെ നടുക്ക് നിന്ന് 3 കുട്ടികൾ കരയുന്നത് കണ്ട് പെട്ടെന്ന് വലിയ ഒരു ആൾക്കൂട്ടം അവിടെ ഉണ്ടായി. എല്ലാവരും അവിടെ എത്തിച്ചേർന്നു. ഓർ സവാലേവം ദുലാർ ബർസാനയിലേക്ക് ചിലരൊക്കെ അവരോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു. എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു, എന്തിനാണ് വന്നത്, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടാകുന്നു. വേറെ ചിലരെ വിഷമിക്കേണ്ട, നമുക്ക് പ്രശ്ന പരിഹാരം ഉണ്ടാക്കാം, വീട്ടിലറിയിക്കാം, എങ്ങോട്ടാണ് പോകുന്നത് അവിടെ അറിയിക്കാം, ഇങ്ങനെയുള്ള പല രീതിയിലുള്ള സമാശ്വസിപ്പിക്കലുകൾ നടത്തുന്നു. ഇതൊക്കെയാണ് ഇപ്പോൾ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. गोबू ने बताया कि वे लोग മനോഹർ ചാച്ചാക്ക് ഘർ ടി വി ദേഖനെ ആയേ थे. ഗോപു പറഞ്ഞു, ഞങ്ങൾ മനോഹർ ചാച്ചായുടെ വീട്ടിൽ ടി വി കാണാനായിട്ട് വന്നതാണ്. ലേക്കിൻ യഹാം തോ സബ്കെ ഘർ ഹി ടി വി ഹേ, ഇവിടെ എല്ലാ വീടുകളിലും ടി വി ഉണ്ട്. ചുന്നിനെ കഹാ കി യേ ഗോപു കാ ഹി ഐഡിയ ഥ. ചുന്നി അവിടെ കൈ കഴുകുക, ഗോപുവിനെ തള്ളി പറയുക. അവൾ പറഞ്ഞു ഇത് ഗോപുവിൻ്റെ മാത്രം ഐഡിയ ആയിരുന്നു എന്ന്. ലല്ലുവിനെ കഹാ കി ഉസേ അബ് ടി വി നഹി ദേഖന കർ ജാനാ ഹേ. ലല്ലു പറയാൻ തുടങ്ങി, എനിക്ക് ടി വിയും കാണണ്ട, ഒന്നും വേണ്ട, എനിക്കെൻ്റെ വീട്ടിലൊന്ന് എത്തിയാൽ മതി, വീട്ടിലേക്ക് പോകണം. ജൽദി ഹി മനോഹർ ചാച്ച ഭി ആകയെ. പെട്ടെന്ന് ഇതാ അങ്ങോട്ടേക്ക് മനോഹർ ചാച്ചായി വന്നു. ജോ ഹൈരാൻ ഥെ, അദ്ദേഹം വളരെ പരിഭ്രമിച്ചാണ് വരുന്നത്. കി തീൻ ഛോട്ടെ ബച്ചെ ഇത്തനീ ദൂർ സെ ടി വി ദേഖനെ ആയേ. 3 കൊച്ചു കുട്ടികൾ ഇത്രമാത്രം അകലെ നിന്ന് ടി വി കാണുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്നു. तीनों के घर खबर भिजवा दी गई और परेशान न हो. 3 പേരുടെയും വീടുകളിലേക്ക് വിവരം അറിയിച്ചു, വാർത്ത അറിയിച്ചു, വാർത്ത അറിയിച്ചു. യാതൊരുവിധ പരിഭ്രമത്തിൻ്റെയും ആവശ്യമില്ല, ഇവരിവിടെ എത്തിയിട്ടുണ്ട് എന്ന് അറിയിച്ചു, വാർത്തയൊക്കെ അറിഞ്ഞു. ബാബ ഭി ആകെ, അച്ഛൻ വന്നു. ഓർ തയ ഹുവാ കി ആജ് ടി വി ദേഖർ ഹി വാപ്പസ് ജായേങ്കെ. ഒരു കാര്യം ചെയ്യാം, എല്ലാവരും ഇവിടെ എത്തിയതല്ലേ, ടി വി കാണാനല്ലേ വന്നേ, ഇന്ന് നമുക്ക് ഇവിടെ ടി വി കണ്ട് പിന്നീട് തിരിച്ചു പോകാമെന്ന് തീരുമാനമായി. തീനം ചാവസേ ബൈഠെ, 3 പേരും വളരെ ആകാംക്ഷയോടെ ഇരുന്നു. ഓർ ടി വി കാ ബട്ടൺ ദബായ ഗയ, ടി വിയുടെ ഓൺ ചെയ്യുന്നതിനുള്ള സ്വിച്ച് അവിടെ അമർത്തി, ദബാന അമർത്തുക. ഏക് ജാദുയി ആവാസ് ആകയി, ഒരു മാജിക്കൽ സ്വരം, ഒരു മാന്ത്രിക ശക്തിയുള്ള എന്തോ ഒരു സ്വരം അത് വന്നു. ഓർ ബക്സേക്കെ കാംച്ച് പർ ഹൽക്കി സി റോഷ്നി ഭി ഹൽചൽ ഹുയി. ആ ബോക്സിൻ്റെ ഫ്രണ്ടിലുള്ള ആ കണ്ണാടി ചില്ലിൽ അതിലൂടെ എന്തോ ഒരു ചെറിയ വെളിച്ചം കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെ കടന്നു പോകുന്നതിൻ്റെ ഒരു ശബ്ദമൊക്കെ കേൾക്കാം. ഗോപു കി ആംഖേം ചൗടി ഹുയി പർ തഭി ബിജലി ചലി ഗയി. ഗോപുവിൻ്റെ കണ്ണുകൾ മിഴിഞ്ഞിരിക്കുകയായിരുന്നു ഇത് കാണുന്നതിന് വേണ്ടി. പക്ഷേ അപ്പോഴേക്കും ബിജലി ചലി ഗയി, ഇലക്ട്രിസിറ്റി പോയി, കറണ്ട് പോയി. അങ്ങനെ അവരുടെ ടി വി കാണൽ അവസാനിക്കുന്നു. ഈ കൊച്ചു കഥയെ ബേസ് ചെയ്താണ് നമുക്ക് ടി വി എന്ന ആ തിരക്കഥ പഠിക്കുവാനായിട്ട് തന്നിരിക്കുന്നത്. വരുൺ ഗ്രോവറാണ് ഇത് എഴുതിയിരിക്കുന്നതെന്നൊക്കെ ആ പാഠം പഠിച്ചപ്പോൾ നിങ്ങൾ കണ്ടതാണ്. അപ്പോൾ ഈ കഥ കൂടി കേട്ട് മനസ്സിലാക്കുക.